ശോഭയിൽ ഉലകുണരും പോലവേ ചാലും നിത്യപ്രകാശമേ അറിവായി നിറവായി പൊരുളായി തെളിയണേ അജ്ഞാനമായി ഉൾക്കണ്ണായി തീരണേ സത്യമായി സ്നേഹമായി ശാന്തിയായി വാഴണേ. ചടങ്ങിലെ അധ്യക്ഷൻ പ്രൊഫസർ അബ്രഹാം മാത്യു, സിൻഡിക്കേറ്റ് മെമ്പർ, ബഹുമാനായ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാം, രജിസ്ട്രാർ പ്രൊഫസർ എം ജി ജോസഫ്, ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷാഹിന, മെഗാ കാർഷിക പുഷ്പഭക്ഷ്യ ഗൃഹോപകരണ മേള ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഉദ്ഘാടനം ചെയ്യും. മെഡിസിനൽ പ്ലാന്റ്സ് 250ഓളം മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. അതിൻ്റെ കളക്ഷൻസ് ഇവിടെ വ്യക്തമായ ബൊട്ടാണിക്കൽ നെയിം, കോമൺ നെയിം, അതേപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഇതിനുപയോഗിക്കുന്നു അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. ഔഷധ സസ്യങ്ങൾ, അതേപോലെ നക്ഷത്ര ചെടികൾ എല്ലാം ഇവിടെയുണ്ട്. ലൈഫ് ലോങ് ലേണിംഗ് കൊണ്ട് അത് ചെയ്തിട്ടുള്ള ഡോക്ടർ അബ്ദുൽ സലാം, സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ എം ജി ജോസഫ്, സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതായത് ശ്രീമതി കെ പി ഷാഹിന, ഷാഹിനെ ഞാൻ പ്രസിഡന്റ് ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത്, അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുഷ്പങ്ങളും അതുപോലെ തന്നെ മനുഷ്യന് ഹൃദയത്തിന് കുളിർമ നൽകുന്ന ഫലങ്ങളും, കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളും, അതുപോലെ തന്നെ നല്ല ഭക്ഷണവും, വായിൽ വെള്ളം ഓടുന്ന വിധത്തിലുള്ള നല്ല ഭക്ഷണവും, അതുകൂടാതെ അതെല്ലാം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് സന്തോഷിക്കാൻ ആവശ്യമായ കലാവിരുന്നും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വളരെ നല്ല ഒരു കോമ്പിനേഷനിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഈ ശുശ്രൂഷ. അപ്പം അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു തുടക്കം നിലയിലെടുക്കണം. കാർഷിക ഉത്പാദനക്ഷമത പല മേഖലയിലും വളരെ കുറവാണ്. അതുകൊണ്ട് കൃഷിയെ ഗൗരവമായിട്ട് എടുക്കണം. കൃഷി ഇന്ന് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് മാത്രം പോകുന്ന ഒരു കാര്യമാണ്. അതിന് ആഴത്തിലുള്ള അറിവില്ലാതെ ഒരാൾക്കും കൃഷി വിജ്ഞാന മേഖലയിൽ പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനം നിലയിൽ ആ ഒരു രംഗത്തേക്കും കാര്യവെക്കുക എന്നുള്ളത് അതിന് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി ഷാഹിന, ബഹുമാനപ്പെട്ട രജിസ്ട്രാർ ഡോക്ടർ ജോസഫ്, ഡോക്ടർ സാബു, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകർ, 7/2/2013 ഈ ദിവസത്തെ ഒരു പ്രത്യേക ദിവസമായി ഞാൻ കാണുന്നു. 1.5 വർഷത്തിന് മുന്നിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റപ്പോൾ മുതൽ തുടർച്ചയായി എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്ന ഒരു ചോദ്യവും എൻ്റെ ചിന്താമണ്ഡലത്തെ പലപ്പോഴും ഒരുപാട് സമയം ആവാഹിച്ചിട്ടുള്ള ഒരു വിഷയമാണ് കാലിക്കറ്റ് സർവകലാശാല, അതിൻ്റെ പരിധിയിൽപ്പെട്ട 5 ജില്ലകൾ, അവിടെയുള്ള ഏതാണ്ട് 40% ജനങ്ങൾ, ഏതാണ്ട് 3 ലക്ഷത്തോളം കുട്ടികൾ, അതിൻ്റെ പരിധിയിൽ വരുന്ന 374 കോളേജുകൾ, ഒരു വലിയ സമൂഹം, കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാല, 45 വർഷം പ്രായമായ സർവകലാശാല. ഈ സർവകലാശാലയുടെ അധിപതിയായി ഇരിക്കുന്ന ഞാൻ 550 ഏക്കറോളം സ്ഥലവും ഏതാണ്ട് 250-300 കോടിയോളം രൂപയും 2200ഓളം ജീവനക്കാരും കയ്യിലേൽപ്പിച്ച് തന്ന് 5 ജില്ലകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വിട്ട ഞാൻ ഒരു വൈസ് ചാൻസലർ എന്ന രീതിയിൽ
എന്ത് ചെയ്യണം, എന്താണ് എൻ്റെ ചുമതല, ഇത്രയും വലിയ ഒരു സാമ്പത്തികവും മാനവികവുമായ റിസോഴ്സ് ഏൽപ്പിച്ച ഞാൻ എന്ത് ചെയ്യണം, എന്താണ് എന്നിൽ അർപ്പിച്ച ചുമതല എന്നുള്ളത് ഞാൻ സ്ഥിരമായി ആലോചിക്കുന്ന ഒരു വിഷയമായി. സാധാരണ സർവകലാശാലകൾ പരീക്ഷ നടത്തുക, വിദ്യാഭ്യാസം കൊടുക്കുക, പരീക്ഷ നടത്തുക, സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ലോകത്ത് ഇന്ന് 9000-ഓളം സർവകലാശാലകളുണ്ട്. ഇന്ത്യയിൽ 674 സർവകലാശാലകളുണ്ട്. കേരളത്തിൽ ഡിഗ്രി അവാർഡ് ചെയ്യുന്ന 23 സ്ഥാപനങ്ങളുണ്ട്. പേര് കേട്ട 10-ലധികം സർവകലാശാലകളുണ്ട്. അതിൽ ഏറ്റവും വലിയ സർവകലാശാലയായ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഇരിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വം എത്ര ഭംഗിയായി എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിനെപ്പറ്റി പഠിച്ചു. എൻ്റെ മുന്നിൽ ഓടിയവരോട് ഞാൻ സംസാരിച്ചു. എൻ്റെ അറിവ് ഞാൻ പ്രയോജനപ്പെടുത്തി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരു സർവകലാശാല സമൂഹത്തിൻ്റെ സർവകലാശാലയായിരിക്കണം. അപ്പൊ സമൂഹത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ വേണം, സമൂഹത്തിൻ്റെ ആവശ്യകതകൾ നിറവേറ്റണം, സമൂഹത്തിൻ്റെ ടോട്ടൽ ഡെവലപ്മെന്റ്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് അത് ഊന്നിയിരിക്കണം. ഈ ടോട്ടൽ ഡെവലപ്മെന്റ്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ ആഴ്ന്നിറങ്ങണം. വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ മതിയോ? ഒരു മനുഷ്യന്റെ, ഒരു വില്ലേജിന്റെ, ഒരു ഗ്രാമത്തിന്റെ, ഒരു ജില്ലയുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ, ആ സമൂഹത്തിന്റെ ടോട്ടൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയും സ്പർശിക്കണം. എന്താണ് എല്ലാ മേഖലയും? വിദ്യാഭ്യാസം, ആരോഗ്യം, വിഭവം, എനർജി, വാട്ടർ, സോയിൽ, ഫുഡ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി, ചിൽഡ്രൻ, അഡ്രസ്സിംഗ് ചിൽഡ്രൻ, യൂത്ത്, വിമൻ, എൽഡർലി പീപ്പിൾ. ഇതെല്ലാം സമൂഹത്തിന്റെ പല ഘടകങ്ങളാണ്. ബയോഡൈവേഴ്സിറ്റി. ഇതെല്ലാ മേഖലകളിലും എങ്ങനെ ഒരു ചലനം, പോസിറ്റീവ് ചേഞ്ച്, ഡെവലപ്മെന്റൽ ചേഞ്ച് ഇമ്പാർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു ഞാൻ ആകെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം ഞാൻ മറ്റ് സർവകലാശാലകൾ ചെയ്യുന്നത് നോക്കുമായിരുന്നു, എൻ്റെ പാരന്റ് സർവകലാശാല ചെയ്യുന്നത് നോക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായി, സമൂഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും, വിദ്യാഭ്യാസം, ഗവേഷണം ചെയ്ത് ടെക്നോളജി, സമൂഹത്തിന് സേവനം, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്, റൂറൽ ഡെവലപ്മെന്റ്, വിമൻ ഡെവലപ്മെന്റ്, ചൈൽഡ് ഡെവലപ്മെന്റ്, സീനിയർ സിറ്റിസൺ ഡെവലപ്മെന്റ്, റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് യൂസ്, ഇതെല്ലാ മേഖലയിലും ടച്ച് ചെയ്യണം. ഒരു യൂണിവേഴ്സിറ്റി 3 ലക്ഷം പിള്ളേർക്ക് പരീക്ഷ നടത്തിപ്പോയാൽ മാത്രം പോരാ എന്നുള്ള തിരിച്ചറിവ് എന്നിൽ ഉണ്ടായി. പരീക്ഷയോഗ്യമായ, ഗവേഷണ യോഗ്യമായ, ഹരിതാഭമായ ഒരു ക്യാമ്പസ് ആക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്ന സർവ്വകാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചിന്തയുടെ തുടർച്ചയായാണ് ഞാൻ പലപ്പോഴും ഒന്നുകൂടെ ഉണ്ടായിരുന്നു, ഫാഷൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഫാഷൻ ഡിസൈൻ ഷോ. അത് എന്തോ കാര്യം കൊണ്ട് നടന്നില്ല. ഈ എല്ലാ മേഖലയിലുള്ള വിവരങ്ങളും അതിലുള്ള വികസിപ്പിച്ചെടുത്ത സങ്കേതങ്ങളും ജനങ്ങളുടെ ഇടയിൽ വെക്കുക. അതിന് ഞങ്ങളുടെ പൈസയില്ല, അപ്പോൾ ഉള്ള സൗകര്യമുണ്ട്. ഏത് രീതിയിൽ അത് പ്രയോജനപ്പെടുത്താം, ഈ നാട്ടിലെ ആൾക്കാർക്ക് ഏത് രീതിയിലുള്ള നോളജ് കൊടുക്കാം, ഏത് രീതിയിലുള്ള എന്റർടൈൻമെന്റ് കൊടുക്കാം. ഈ മേഖലയിൽ ചിന്തിച്ചപ്പോൾ 2200-ഓളം വരുന്ന സ്റ്റാഫ് അംഗങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇരുന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി ഇരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഈ അഗ്രി ഫുഡ് ഫ്ലവർ ഫ്രൂട്ട് ബുക്ക് ഫെസ്റ്റിവൽ. ഇവിടെ നമുക്ക് ആദ്യമായി ഒന്ന് പരീക്ഷിക്കാം. പരീക്ഷിച്ച് ഇക്കൊല്ലം വിജയമാകുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പോകുന്നത് വരെ എല്ലാ കൊല്ലവും 2.5 കൊല്ലം കൂടെ ഉണ്ട്, വേണ്ടി വന്ന രണ്ട് ഫെസ്റ്റിവലിലൂടെ ഗംഭീരമായി നടത്തണം എന്നുള്ള ആഗ്രഹത്തോടും വാശിയോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ദയവ് ചെയ്ത് നാട്ടുകാരും എല്ലാവരും സഹകരിക്കണം. ഈ വാശിയിൽ നിങ്ങൾ വെള്ളം കോരി ഒടിച്ച് നശിപ്പിക്കരുത്. നമുക്ക് ഒന്നിച്ച് ഈ സമൂഹത്തിന് വേണ്ടി മാത്രമാണ് ഈ സർവകലാശാല, വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് സർവകലാശാല. ഇവിടെയുള്ള അഗ്രി ഫെസ്റ്റിവലിൽ കൂടി ഇവിടെ നിന്ന് വിൽക്കപ്പെടുന്ന പ്ലാന്റിംഗ് മെറ്റീരിയൽസും മാവിൻ തൈകളും തെങ്ങിൻ തൈകളും മറ്റ് ചെടികളും ഈ പരിസര പ്രദേശത്തെ കൂടുതൽ ഹരിതാഭമാക്കും, കൂടുതൽ സമ്പുഷ്ടമാക്കും.
നമ്മുടെ കുട്ടികൾ കൂടുതൽ വന്ന് ഇവിടെ വിജ്ഞാനം നേടും. നമ്മുടെ അമ്മമാർ കൂടുതൽ വന്ന് ഇവിടുത്തെ പല വിജ്ഞാനങ്ങളും അവർ പഠിക്കും. എനിക്ക് ഒറ്റ അപേക്ഷ നിങ്ങളോടുള്ളൂ. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസമുള്ളവരാണ് കൂടുതൽ, ബുദ്ധിജീവികളാണ് കൂടുതൽ. ഇത് ആർക്കെങ്കിലും ഗുണം ചെയ്യുമോ? വൃദ്ധരെയൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ടോട്ടൽ ഡെവലപ്മെന്റ്, ഒരു ടോട്ടൽ ചേഞ്ച് എന്ന, അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി ചേഞ്ച് ഇൻ ദ കമ്മിങ് ഡേയ്സ് എന്നുള്ള ഒരു അജണ്ടയുമായി നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങളുടെ എല്ലാം സഹകരണം വേണം, സപ്പോർട്ട് വേണം. ഉണ്ടെങ്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ അനുഭവ സമ്പത്ത് വെച്ച് ഞാൻ പറയുന്നു, നമുക്ക് നല്ല മാൻ പവർ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ട്. പൈസ തരാൻ ഇന്ന് പല സ്ഥലത്തും ആൾക്കാരുണ്ട്. പൈസ കൊണ്ടുവരാൻ പറ്റും. ആ സ്ഥലം ആരുടെ കയ്യിലും പോകത്തില്ല. യൂണിവേഴ്സിറ്റി ഓൺ ചെയ്യും, യൂണിവേഴ്സിറ്റി ഡ്രൈവ് ചെയ്യും, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നടത്തും, യൂണിവേഴ്സിറ്റി ഇലക്ട്രോണിക് റിസർച്ച് നടത്തും, ഇലക്ട്രോണിക് ഡെവലപ്മെന്റ് നടത്തും, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് നടത്തും. 2000-ഓളം പേർക്ക് ജോലി കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മളിൽ ഒരു വിഭാഗമെങ്കിലും ആ എന്തൂസിയാസത്തിൽ വെള്ളം കോരി ഒഴിച്ചു. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ ശക്തമില്ലാത്ത വൈസ് ചാൻസലർ നേതൃത്വമാക്കി മാറ്റി. ഒന്ന്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ദുബായിലെ അക്കാഡമിക് സിറ്റിയുടെ മാതൃകയിൽ ഒരു മിനി അക്കാഡമിക് സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തുടങ്ങുന്നതിനുള്ള ആശയം ഉദിക്കുകയും അതിനുവേണ്ടി ഒരു സ്റ്റഡി നടത്തുകയും ചെയ്തപ്പോൾ തന്നെ അതിനെ മുളയിലെ നുള്ളാനുള്ള സംരംഭം ഇവിടെ നിന്നുണ്ടായി. നിങ്ങൾ ആലോചിക്കൂ. ഞാൻ എപ്പോഴും പറയുന്നത്, 2.5 കൊല്ലം കഴിഞ്ഞ് ഇവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞു പോകുന്ന വൈസ് ചാൻസലർ ഒരു ഇലക്ട്രോണിക് പാർക്ക് കൊണ്ടുപോകത്തില്ല, ഒരു അക്കാഡമിക് സിറ്റി കൊണ്ടുപോകത്തില്ല, ഒരു ഡെവലപ്മെന്റിന്റെ ഒന്നും കൊണ്ടുപോകത്തില്ല. കഴിഞ്ഞ മാസം 800 മരം മാവും തൈ നട്ടു, അത് കൊണ്ടുപോകത്തില്ല. ഒരു മാമ്പഴം പോലും കൊണ്ടുപോകത്തില്ല, ഒരു ഡെവലപ്മെന്റ് പോലും കൊണ്ടുവരത്തില്ല. ഒരു പക്ഷേ അയാൾക്ക് മുറ്റം കൊള്ളാവുന്നത് എന്താണ്? എൻ്റെ പേരിൽ ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത വണ്ടിയിൽ കയറി എൻ്റെ നാട്ടിലേക്ക് പോകാൻ മാത്രമേ കഴിയൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതിന് നിങ്ങൾ എതിര് നിൽക്കുകയാണെങ്കിൽ, ഇവിടുത്തെ ഡെവലപ്മെന്റിന് എതിര് നിൽക്കുകയാണെങ്കിൽ, എനിക്ക് 100% ഷുവറുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കും, നിങ്ങളുടെ കുട്ടികൾ വിഷമിക്കും, നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഞാൻ പറയുന്നു. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ഒരു പാൽപ്പായസത്തിൽ ഒരു പല്ലി എത്തി കിടന്നാൽ തന്നെ അത് ചീത്തയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു മൂവ്മെന്റിനെ തളർത്തുന്ന 1-2 പേരായിരിക്കാം. നിങ്ങൾ അവരെ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന, ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ചോർന്നു പോകും. ചോർന്നു പോയാൽ അത് ബാധിക്കുന്ന നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. പ്രോജക്റ്റ് കൊണ്ടുവരാൻ മടിക്കുന്ന ഒരവസ്ഥ, ഫണ്ട് കൊണ്ടുവരാൻ മടിക്കുന്ന ഒരവസ്ഥ, ഡെവലപ്മെന്റ് ട്രിഗർ ചെയ്യാൻ മടിക്കുന്ന ഒരവസ്ഥ. ആർക്കിത് പോകുന്നു? എനിക്ക് രാഷ്ട്രീയമില്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് രാഷ്ട്രീയമില്ലെന്ന് ഞാൻ പലപ്പോഴും തെളിയിച്ചിട്ടുമുണ്ട്. ഇനി പോകുന്ന രണ്ടാമത്തുമില്ല. എനിക്ക് ഡെവലപ്മെന്റ് അജണ്ട മാത്രമേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് അജണ്ട, റിസർച്ച് ഡെവലപ്മെന്റ് അജണ്ട, സർവീസ് ഡെവലപ്മെന്റ് അജണ്ട, ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയും ഒരു പബ്ലിക്കിനെ കിട്ടിയതുകൊണ്ട് ഞാൻ സാധാരണ 3-4 മിനിറ്റ് സംസാരിക്കുന്നയാള് ഇപ്പൊ ഞാൻ നീട്ടി സംസാരിച്ചത്, ഐ വാണ്ടഡ് ടു ഷെയർ മൈ ഫീലിംഗ് വിത്ത് ദ പബ്ലിക്. ഇവിടെയുള്ള പബ്ലിക്, ഇവിടെ വരുന്ന നന്മയുടെ ഉറവ് ഇറ്റിറങ്ങുന്നത് ഈ ചുറ്റുമുള്ള വില്ലേജിലേക്ക് മാത്രമാണ്. ഇവിടെ ഒരു അഡീഷണൽ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ആദ്യം അതിൻ്റെ അനുഭവിക്കുന്നത് ഇതിന് ചുറ്റുമുള്ള ആൾക്കാരാണ്. ഇവിടെ ഒരു 1000 കോടി രൂപയുടെ പദ്ധതി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടുള്ള ബെനിഫിഷ്യറീസ് ഇതിന് ചുറ്റുമുള്ളവരാണ്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. വൈസ് ചാൻസലർ തെറ്റിയാണെങ്കിൽ ധൈര്യമായിട്ട് വൈസ് ചാൻസലർ ഡോർ തുറന്നിടാം. യു ക്യാൻ കം ആൻഡ് ആസ്ക് മീ, വൈസ് ചാൻസലർ യു ആർ നോട്ട് ഡൂയിങ് പ്രോപ്പർലി, ഞാൻ കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഒന്നിക്കണം. ഒന്നിച്ച് നമുക്ക് വർക്ക് ചെയ്യണം. ഒന്നിച്ച് നമുക്ക് ഈ കാലിക്കറ്റ് സർവകലാശാലയെ 1ാം തരം സർവകലാശാലയ്ക്ക് മാറ്റണം. ഈ 550 ഏക്കറിലും എപ്പോഴും ആക്ടിവിറ്റി ഉണ്ടാവണം, ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഉണ്ടാവണം, മിനി കോളേജസ് ഉണ്ടാവണം, റിസർച്ച് സെന്റേഴ്സ് ഉണ്ടാവണം, പൂക്കൾ ഉണ്ടാവണം, ചെടികൾ ഉണ്ടാവണം, ആൾക്കാർക്ക് ഭയമില്ലാതെ നടക്കാൻ പറ്റണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്യാമ്പസിന്റെ വെളിയിൽ നിൽക്കുമ്പോൾ ഇതിനകത്തേക്ക് കയറാൻ ഒരാഗ്രഹം തോന്നണം. അകത്ത് കയറാൻ വെളിയിൽ ചാടാൻ തോന്നരുത്, അവിടെ നിൽക്കണം. ആ രീതിയിലുള്ള നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു സർവകലാശാല ആക്കി മാറ്റണമെങ്കിൽ 1 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ 5 വർഷം കൊണ്ടോ പറ്റത്തില്ല.
45 കൊല്ലം കഴിഞ്ഞ് നമ്മൾ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഗോൾഡൻ ജൂബിലേക്ക് നാം എത്തുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ നിങ്ങൾ കൂടി സഹകരിച്ചേ തീരൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ സന്തോഷവാനാണ്. എതിർപ്പുകൾ ഉണ്ടെങ്കിലും തടവിൽ കിടന്നിട്ടുണ്ടെങ്കിലും വരുന്നുമുണ്ട്. ഒറ്റക്കാര്യം ഞാൻ തീർത്ത് പറയാം. 2.5 കൊല്ലം ഇവിടെ വൈസ് ചാൻസലറായിട്ട് ഇരിക്കുമെങ്കിൽ ഞാൻ ഇതേ രീതിയിൽ പോകാൻ തന്നെ ശ്രമിക്കും. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ I will choose only to quit. I assure you, if you feel that I am unfit to be here as Vice Chancellor, I assure you, I will choose to quit. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് നിങ്ങളുടെ സഹകരണം വേണം. ഇതൊരു മഹാമേളയാവണം. ഇത് മാത്രമല്ല, ഇവിടുത്തെ ഡെവലപ്മെന്റൽ അജണ്ടയിലെല്ലാം ഇവിടുത്തെ നാട്ടുകാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇവിടുത്തെ തെറ്റുകളെ കണ്ടുപിടിക്കാനും തിരുത്താനും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇതിനെ വളർത്താൻ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കൊല്ലാൻ പറ്റത്തില്ല. നിങ്ങളുടെ സർവകലാശാല ഏറ്റവും പ്രസ്റ്റീജിയസ് സർവകലാശാല. നിങ്ങളുടെ എല്ലാ സഹകരണവും ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന് പിന്നിൽ ബുദ്ധിമുട്ടിയ കുറേ ആൾക്കാരുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി, അദ്ദേഹത്തിന്റെ ടീം, എസ്റ്റേറ്റ് ഓഫീസിന്റെ ടീം, എൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെ കുറേ ആൾക്കാർ, ഒരുപാട് പേര് കഴിഞ്ഞ 2 മാസമായി കഷ്ടപ്പെട്ടാണ് ഈ മേള ഉണ്ടാക്കിയത്. ഈ മേള ഏറ്റവും നല്ല മേളയായി മാറണം, ഏറ്റവും പ്രയോജനമുള്ള മേളയായി മാറണം. എല്ലാവരും സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ അഗ്രി ഫുഡ് ഫ്ലേവർ ഫ്രൂട്ട് ബുക്ക് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അല്പം മുമ്പ് നാം ആസ്വദിച്ച കലാപരിപാടി അദ്ദേഹത്തിൻ്റെയും ടീമിൻ്റെയും സംഭാവനയായിരുന്നു. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സർവകലാശാലയ്ക്ക് വേണ്ടി ദിവസങ്ങളോളം പരിപാടികൾ അവതരിപ്പിച്ച ഈ സംഘത്തിന് ഉപഹാരം. ഹരീഷ് കെ.സി, കെ രമേശ് ബാബു, എം സുനിൽ കുമാർ, കെ രാജേഷ്, ഇ പ്രസാദ്, ബബിത് കൃഷ്ണ കെ പി, സി പ്രജീഷ്, എ മനുപ്രസാദ്, വി പി ശ്രീകേഷ്, ഏറ്റവും ഒടുവിൽ ശ്രീ ബാബു അപ്പാട്ട്, സർവകലാശാലയുടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ലെക്ചറർ കൂടിയാണ് ശ്രീ ബാബു അപ്പാട്ട്, ബഹുമുഖ പ്രതിഭയായ ശ്രീ ബാബു അപ്പാട്ട്. ഇനി ആശംസയാണ്. ഗൃഹോപകരണ മേളയ്ക്ക് തുടക്കം കുറിക്കുകയാണെന്ന്. പണ്ട് കാലങ്ങളിൽ നഗരങ്ങളിൽ മാത്രം കാണപ്പെട്ടിരുന്ന ഇത്തരം പരിപാടികൾ ഈ നാട്ടിൻപുറങ്ങളിലും സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇത്തരം ഒരു മേള സംഘടിപ്പിക്കുവാൻ താല്പര്യം കാണിച്ച VCയെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ മേളയ്ക്ക് എല്ലാവിധ പിന്തുണയും ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു കാർഷിക ഭക്ഷ്യ പുഷ്പമേള സംഘടിപ്പിക്കുന്ന ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ എം അബ്ദുൽ സലാം സാറാണ്. ഇതിക്ക് മുമ്പ് ഇരുന്ന വൈസ് ചാൻസലേഴ്സ് പലപ്പോഴും നമ്മൾക്കിവിടെ പുഷ്പമേള നടത്തണമെന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയിരിക്കുകയായിരുന്നു. അതിനുള്ള കാരണം പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് വേണ്ട വിധത്തിലുള്ള ഒരു സപ്പോർട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് അന്നത്തെ വൈസ് ചാൻസലർമാർ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പ്രൊഫസർ സാബു, എസ്റ്റേറ്റ് ഓഫീസർ ഭാസ്കരൻ, CD സെബാസ്റ്റ്യൻ, അതേപോലെ മറ്റ് സംഘടനാ ഭാരവാഹികൾ, ഇവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ പ്രത്യേക നാട്ടുകാർക്കും ഈ പരിപാടിയുടെ ചുക്കാൻ പിടിച്ച നമ്മുടെ PRO സക്രിയയ്ക്കും മറ്റുള്ള നമസ്കാരം. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഈ വേദിയിൽ ഗാനമേള യൂണിവേഴ്സിറ്റി മ്യൂസിക് ക്ലബിന്റെ ഗാനമേള
വ്യത്യസ്ത പരിപാടികൾ ഇന്ന് മുതൽ 17 വരെ എന്താണ് ഇവിടെ ചെയ്യാൻ പോണേ? അങ്ങോട്ട് കയറുന്നില്ല. സെന്റർ ഫോർ വിമൻ സ്റ്റഡീസ് ആണ്. കയറാൻ പറ്റിയ സ്ഥലമാണ്. ക്യാമറ ഉള്ളതുകൊണ്ട് കയറാം.